പാൽപ്പായസം ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ പഠിക്കാനുണ്ട്, അത് ഞാൻ ക്യാമറാമാൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ വെക്കുന്ന തീറ്റിനായിരിക്കും നമ്മൾ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. ഫാറ്റ് ശ്രദ്ധിച്ചാൽ അത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി 3 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അതുകൊണ്ട് 3 ലിറ്റർ വെള്ളം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എടുക്കുക. ഏകദേശം 12 ആൾക്കാർക്കുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം 400 ഗ്രാം അരിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലോട്ട് 3 ലിറ്റർ പാൽ എന്ത് ചെയ്യുക ഒഴിച്ചെടുക്കുക. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചതിൻ്റെ അളവ് നമ്മൾ നോക്കി വെക്കണം. കാരണം അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ പാൽ ചെയ്യുന്നത് കുറുകി വരേണ്ടത്. പിന്നെ നന്നായിട്ട് ഇറക്കി കൊടുക്കണം. അതേപോലെ ഫ്ലെയിം നമ്മൾ മാറ്റാൻ പാടില്ല. കാരണം ഫ്ലെയിം മാറ്റി കഴിഞ്ഞാൽ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരേ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഇറക്കി കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത് ആണല്ലേ. ഇനി നമുക്ക് അരി എത്രയാണ്, ഇത് നമ്മൾ ഇറക്കിക്കൊണ്ടേ നിൽക്കുക. നമുക്ക് അരി എത്ര എടുത്ത് നോക്കാം. ഇത് 400 ഗ്രാം അരിയാണ്. അത് നമ്മൾ 3 വട്ടം കേക്കിയാണ്. പിന്നെ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ പാലിൽ വെള്ളം വെച്ചില്ലേ, ആ ടൈമിലാണ് നമ്മളത് കുതിർക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഈ പാലൊന്ന് ചെറുതായിട്ട് അത്യാവശ്യം ചൂടായി വരുമ്പോൾ അതിലുള്ള വെള്ളം എടുത്ത് ഒഴിവാക്കാം നമുക്ക്. അപ്പോൾ അത് വേറെ ചെയ്യാം. അത് എടുത്ത് ഒന്ന് പാലിന് ചെറിയൊരു തിളക്ക് കാണുമ്പോഴേക്കും അതിലുള്ള വെള്ളം ഒഴിവാക്കി കൊണ്ടു. നമ്മൾ നെയ്യ് ചേർക്കുന്ന ടൈമുണ്ട്. ആ ടൈമിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ വെള്ളം എടുത്ത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ചെറിയ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യിടാം. ഇത് എന്ത് ചെയ്യാം, നന്നായിട്ട് ഇറക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ. ആ അരി നമ്മൾ ഊറ്റി വെച്ചത് എന്ത് ചെയ്യണം, അതിൻ്റെ വെള്ളം എടുത്ത് ഒഴിവാക്കി വെച്ച് നമ്മൾ ഏകദേശം 9:45 ജസ്റ്റ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ചെയ്തത്. ഇപ്പോൾ ഏകദേശം 10:25 ആകാനായി. അപ്പോഴാണ് കുറച്ച് തിള വന്നു തുടങ്ങിയത്. അപ്പോൾ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ അരി ഊറ്റി വെച്ചതുണ്ടായിരുന്നു. അത് നമ്മൾ നെയ്യ് വെച്ച സമയത്ത് വെള്ളം മാറ്റിയിട്ടല്ലോ, അതെന്ത് ചെയ്യുന്നു ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു സ്പൂണിട്ട് മെല്ലെ ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതാണ് എനിക്ക് നല്ലത്. കാല് വേവുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, പഞ്ചസാര ഇടണം. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ അരി വേവാൻ ടൈം കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പഞ്ചസാര ഇടാം. ഇത് ഏകദേശം എത്ര പഞ്ചസാര എന്നത്, എത്ര പഞ്ചസാര എന്നത് 400 പഞ്ചസാര ഇട്ടത്. ഇനി കുറച്ചുകൂടി മാത്രം വേണമെന്നുണ്ടെങ്കിൽ 400 അപ്പം ചെയ്യാം. ഒരു 2-3 സ്പൂൺ ഇട്ട് വെക്കുക, കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ 2-3 സ്പൂൺ ഇട്ടിട്ട് വേണമെങ്കിൽ ഗ്ലാസ് ടേസ്റ്റ് എടുത്തിട്ട് പഞ്ചസാര എന്നിട്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കും. അപ്പോൾ അത് ഏകദേശം കണ്ടോ ഇത്രയൊരു കൺസിസ്റ്റൻസിക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 10 സ്പൂൺ എക്സ്ട്രാ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പൊടിക്കൈകളിടാം. ഓക്കെ, ഫസ്റ്റ് ഏലക്ക പൊടിച്ചത് വളരെ കുറച്ച് മാത്രം ഇടാൻ എനിക്ക് കൈക്ക് വരും. അതെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഒന്നുകൂടി നന്നായിട്ട് ഇറക്കി കൊടുക്കാം. അമ്മമ്മ വന്നിട്ട് മണക്ക് വരുന്നത് പറഞ്ഞ അതൊക്കെ ഞാൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി നന്നായിട്ട് അത് ചെയ്യാം, ഇറക്കി കൊടുക്കുക. അപ്പോൾ പൊടിക്ക് വരുമ്പോൾ നമുക്കത് അവിടെ തന്നെ ഓവറായിട്ടില്ല, കൈപ്പ് വരും. അപ്പം എങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഞമ്മൽ. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് പൊടിക്കൈ. ഇത് നമ്മൾ അന്ന് മുതിരിൻ്റെ വീഡിയോ കണ്ടി ഉണ്ടാക്കുകയാണ്. നമുക്ക് ആ തുളസും കൂടി ഇട്ടിട്ട് അങ്ങനെ ഇറക്കാം. കൃഷ്ണതുളസി ഇടുന്നുണ്ട്. കൃഷ്ണതുളസി കിട്ടാത്തതുകൊണ്ട് ഇത് കൃഷ്ണതുളസിനെ പോലെ ഏതൊരു തുളസിയാണ് ഇറക്കാൻ, അത് ഞാനും ഇട്ടാണ്. 2, 3, 4, 5, 7 വേണ്ടത്, 6, 7 അങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി ഉണ്ട് ഇറക്കുക. കൃഷ്ണതുളസി ആണെങ്കിൽ ഉത്തമം. ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതാണ്ട് ഇടുന്നു. ഇനി നിറച്ച് വെച്ച് വേവാനും കൂടി ഉണ്ട്. ഇപ്പൊ തൽക്കാലം നമ്മൾ ഇറക്കുന്നുണ്ട്. ഓഫാക്കാനായിണ്ടോ? ആയി തന്നെ പറഞ്ഞേ. ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടാക്കാൻ നല്ലത് കേട്ടോ. നമുക്ക് തിന്നാളതല്ലേ. ഏകദേശം കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൂടുതൽ ഇറക്കി കഴിഞ്ഞാൽ ഇത് ചോറാവുന്നാണ് പറഞ്ഞത്. ചോറായതുകൊണ്ട് കഴിച്ചാൽ മതി. നമുക്കിത് എന്ത് ചെയ്യാമെന്ന് നിറച്ചേക്കാം. ഓക്കെ, ഓഫാക്കിയിട്ട് അടച്ച് വെക്കാം. കുറച്ച് നേരം ഓഫാക്കിക്കോട്ടോ.